നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സിസ്റ്റർ, വിശാൽ സാർ എവിടെയാ? വിശാൽ സാറോ? ഈ ആശുപത്രിയിലേക്ക് തന്നെയാ കൊണ്ടുവന്നത്. ബോധമില്ലാതെയാ കൊണ്ടുവന്നത്. നെറ്റിയില് ഒരു മുറിവുണ്ടായിരുന്നു. ആ, മനസ്സിലായി. ആ പേഷ്യന്റ് ICU-ലാ. അത് എവിടെയാ? ദേ അതിലേ പോയാ മതി. ഫസ്റ്റ് ഫ്ലോറാ. അച്ഛമ്മ, മോളെ, നമുക്ക് ലിഫ്റ്റിൽ പോവാം. അയ്യോ അച്ഛമ്മ, എനിക്ക് പേടിയാ. അച്ഛമ്മ വാ, നമുക്ക് ഇതിലേ പോവാം. വാ. ഡോക്ടർ, എന്റെ മോൻ. പേടിക്കാനൊന്നുമില്ല. മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ട്. സ്കാനിംഗ് റിസൾട്ട് കൂടി വന്നാലേ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ. ബോധം തെളിയാൻ ഒരല്പസമയം കൂടി എടുക്കും. ബോധം തെളിഞ്ഞാല് പേഷ്യന്റിന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ നോക്കണം. അച്ഛാ, മോളെ, വിശാൽ സാറ്. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ബോധം തെളിഞ്ഞിട്ടില്ല. അയ്യോ, അനസ്തേഷ്യയിലായിരിക്കും. ICU-ലേക്ക് മാറ്റിയായിരുന്നോ? ഞാൻ കാഷ്വാലിറ്റി പോയി നോക്കിയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടെങ്കിലേ? പേടിക്കാനൊന്നുമില്ല അത്രേ. ഇവിടെ വരുന്നത് വരെ ഈ കുട്ടി ഒരേ പ്രാർത്ഥനയിലായിരുന്നു. എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? എന്നിട്ടത് ദൈവം കേട്ടോ? വിശാല് രക്ഷപ്പെടണമെന്നായിരിക്കില്ല, എന്റെ മോൻ ഇനി ഒരിക്കലും കണ്ണു തുറക്കരുതെന്നായിരിക്കും ഇവള് പ്രാർത്ഥിച്ചത്. തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത്. അതാ അമ്മ ഇവളുടെ മനസ്സിലിരിപ്പ്. ദൈവമില്ല, പ്രേതമില്ല എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന വിശാല് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ അമ്മയെ മണ്ഡപത്തിൽ വെച്ച് കണ്ടത്രേ. അതാ ഇവളുടെ കൂടോത്രത്തിന്റെ ശക്തി. പ്രേതം മാത്രമല്ല, ഭൂതവും വരും ഇവള് വിളിച്ച. പ്രഭാവതി, ഇതൊരു ഹോസ്പിറ്റലാണ്. നിനക്ക് വിഴുപ്പലക്കാനുള്ള സ്ഥലമല്ലത്. എന്റെ മോന് ബോധമില്ലാതെ ICU കിടക്കുക. പാർവതി, വായി തോന്നിയത് വിളിച്ചു പറയുന്നതിന് പകരം 5 മിനിറ്റ് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. പ്രാർത്ഥിച്ചാ മാത്രം പോരാ ഗോപിയേട്ടാ, കാവല് നിക്കണം. കണ്ണിമ വെട്ടാതെ കാവല് നിക്കണം. വിവാഹം മുടക്കി അതിന് ഒരിക്കലും നടക്കാതിരിക്കാൻ ഇവൾ അവനെ കൊല്ലാനും മടിക്കില്ല. പാർവതി, അത്രയേറെ ദുഷ്ടത്തരവാ ഇവളുടെ മനസ്സില്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ മോന് കാവല് നിൽക്കാൻ. എന്റെ ദേവി,
സാറ് എന്താ പറഞ്ഞേ? ഗായത്രി അമ്മ വിശാൽ സാറിന്റെ കൺമുന്നിൽ വന്നിരുന്നെങ്കിലെന്നോ? അപ്പോ സാർ പറഞ്ഞതിന്റെ അർത്ഥം ആത്മാക്കളെ നേരിട്ട് കാണാനുള്ള കഴിവ് നിന്റെ ഉദയനൂർ ദേവി നിനക്ക് മാത്രമല്ലേ തന്നിട്ടുള്ളൂ, എനിക്ക് തന്നിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ എന്റെ അമ്മയെ കാണും? അമ്മേ, അമ്മ എന്താ അവിടെ നിൽക്കുന്നേ? ആൾക്കാർക്കിടയിലാണോ അമ്മ നിൽക്കേണ്ടത്? ഇങ്ങോട്ട് വാ അമ്മേ. അപ്പോ ഗായത്രി അമ്മ അവിടെ വന്നു എന്ന് വിശാൽ സാർ പറഞ്ഞത് കള്ളമായിരുന്നോ? എല്ലായിടത്തും തോറ്റുപോകുന്നൊരു പെൺകുട്ടി പ്രകാശവും സുഗന്ധവും പകർന്നു തന്നിട്ട് സ്വയം എരിഞ്ഞവസാനിക്കുന്ന കർപ്പൂരം പോലൊരു പെണ്ണ്. അവള് നിറകണ്ണുകളുമായി നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധി. ഏതായാലും നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവാ. നീ പാർവതിയല്ല, നെല്ലിക്ക. നെല്ലിക്കയോ? ആദ്യം കയ്പും ചവർപ്പൊക്കെ, പിന്നെ ഉള്ളിലാകെ പടരുന്ന ഒരു ചെറുമധുരം. ഔഷധം കൂടിയ അതല്ലേ നെല്ലിക്ക? അതുപോലെയാ നീയും. കുറച്ച് കയ്പിനും കുറച്ച് ചവർപ്പിനും അവസാനം എനിക്ക് കിട്ടിയ ചെറുമധുരം. എന്റെ നെല്ലിക്കയാ നീ. എടീ പെണ്ണെ, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമടി. പൊട്ടിക്കാളി. ദുഷ്ടനാ നിങ്ങള്. എന്നെ കൊറേ കരയിച്ചില്ലേ? ഓ, പക്ഷേ സ്നേഹമുള്ള ദുഷ്ടനാട്ടോ. ഇപ്പോഴേ ഈ പൊളിഞ്ഞുപോയ വിവാഹ നാടകത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ നിനക്കൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. സമ്മാനോ? എന്ത് സമ്മാനം? ഹാ, അതൊക്കെ സസ്പെൻസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.